ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ പ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ വസ്തുതാപരമോ അല്ലെങ്കിൽ ആർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ഇസ്ലാം ഫാക്ച്വൽ എന്നൊരു വിഷയത്തെക്കുറിച്ച് ചില ദിവസങ്ങളായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 4 എപ്പിസോഡുകൾ ഈ വിഷയത്തെക്കുറിച്ച് ചെയ്യുവാൻ ഇടയായി തീർന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും ഫോർവേഡ് ചെയ്യുന്നവർക്കും ഒക്കെ ആയിട്ട് നന്ദി പറയുകയാണ്. ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ചും എടുത്ത് വീണ്ടും പറയുന്നത് ദ മിഷൻ ഓഫ് ദി സീരീസ് ഓഫ് ഷോർട്ട് വീഡിയോസ് ആർ ടു എക്യുപ്പൈ ദ ക്രിസ്ത്യൻ ബിലീവേഴ്സ് ടു ഡിഫെൻഡ് ദെയർ ഫെയ്ത്ത് ആസ് വെൽ ആസ് ടു ബ്ലോക്ക് ദ റോങ് നോഷൻസ് ഓഫ് ഫെയ്ത്ത്. തെറ്റായ വിശ്വാസധാരണകളെ തടയുന്നതോടൊപ്പം ക്രിസ്ത്യൻ വിശ്വാസികളെ അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ സജ്ജരാക്കുക എന്നതാണ് ഈ ഹ്രസ്വ വീഡിയോ പരമ്പരയുടെ ലക്ഷ്യം. ഈ ഒരു വിഷയത്തിൽ നാം വാട്ട് ഈസ് ദ പ്രൂഫ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഹാഡ് ബീൻ ക്രൂസിഫൈഡ് എന്ന കാര്യം ചിന്തിക്കുകയുണ്ടായിരുന്നു. ഡിഡ് ജീസസ് ക്ലെയിം ഹിംസെൽഫ് ആസ് ഗോഡ് എന്ന് ചിന്തിച്ചിരുന്നു 2ാമത്തെ എപ്പിസോഡിൽ. 3ാമത്തെ എപ്പിസോഡിൽ ഇസ് ദർ എനി വേർഡ് ട്രിനിറ്റി ഇൻ യുവർ ബൈബിൾ എന്ന കാര്യം ചിന്തിച്ചിരുന്നു. 4ാമത്തേൽ നമ്മൾ ചിന്തിച്ചത് ഇഫ് ജീസസ് വാസ് ഗോഡ് വൈ ആൻഡ് ടു ഹൂം ഡിഡ് ഹി പ്രേ. ഈ 4 സബ്ജക്റ്റുകളിൽ കൂടെ നാം ചിന്തിച്ചപ്പോൾ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത്, നിങ്ങൾ കേട്ടിട്ടവർക്ക് മനസ്സിലായി കാണും, ഈ 4 ക്വസ്റ്റ്യൻസും ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ അല്ലെങ്കിൽ മാനവജാതിയുടെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം പ്ലാൻ ചെയ്തതായിട്ടുള്ള അറ്റോൺമെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാനവജാതിയുടെ ആരംഭം മുതൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദാമിൻ്റെ സന്തതികളായ ഹാബേലിൻ്റെയും കായിൻ്റെയും യാഗം തുടങ്ങി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്തച്ചൊരിച്ചിൽ ഉള്ളതായിട്ടുള്ള, അല്ലാതെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഒരു വിമോചനമില്ല, അല്ല ഒരു രക്തച്ചൊരിച്ചിൽ കൂടെയുള്ളതായിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നതും മാനവ തലമുറ അതിനെ റിപ്പീറ്റ് ചെയ്ത് ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ സാക്രിഫൈസുകൾ, അതായത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യന് വീണ്ടും ദൈവത്തോട് നിരക്കുവാൻ ഒരു സാക്രിഫൈസിൻ്റെ ഒരു അറ്റോൺമെൻറ്റിൻ്റെ ആവശ്യകതയുണ്ടെന്ന് അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അവർ മനസ്സിലാക്കി. അത് വളരെ രീതിയിലും പല രാജ്യങ്ങളിലൊക്കെയും പല രീതികളിലും പല വിധത്തിലായിട്ട് അത് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇന്നും നോക്കി കാണാൻ സാധിക്കും, ഇന്നും അത് തുടരുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസ്, ദൈവം എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ദൈവരാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസ്, ഡിവൈൻ ലോയുടെ ഇമ്പോർട്ടൻസ്, ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന് ഒരു അറ്റോൺമെൻറ്റ് കൂടാതെ, അതായത് പാപം ചെയ്ത് ശിക്ഷാർഹരായ മനുഷ്യൻ്റെ പാപം ദൈവത്തിന് ക്ഷമിക്കുവാൻ സാധ്യമല്ല അൺലെസ് അതർവൈസ് ദർ ഈസ് എ പ്രോപ്പർ അറ്റോൺമെൻറ്റ് വിച്ച് സാറ്റിസ്ഫൈ ദ ജസ്റ്റിസ് ഓഫ് ഗാഡ്. ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറുള്ള ഒരു അറ്റോൺമെൻറ്റ് കൂടാതെ ദൈവം മാനവജാതിയുടെ പാപം ക്ഷമിക്കുകയില്ല, ക്ഷമിക്കാൻ സാധ്യമല്ല. ക്ഷമിച്ചാൽ പിന്നെ അവൻ ദൈവമല്ല. അങ്ങനെ ക്ഷമിക്കുന്നെന്ന് പഠിപ്പിക്കുന്ന ഏതൊരു മതവിഭാഗങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ലെന്നും അത്തരം ദൈവങ്ങളെ കണ്ടം ചെയ്യാനുള്ള ജഡ്ജ് ചെയ്ത് കണ്ടം ചെയ്യാനുള്ള അധികാരം ഒരു മോറൽ ഏജന്റ് ആയിരിക്കുന്ന മനുഷ്യനുണ്ടെന്ന് നാം ചിന്തിക്കാൻ കാരണമായി തീർന്നു. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ബൈ വേ ഓഫ് ഡിസെപ്ഷൻ ബൈ സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നറേഷൻ SIN, അതായത് സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നറേഷനിൽ കൂടെ ഒരു ഡിസെപ്ഷൻ എങ്ങനെയാണ് മാനവജാതിക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനാണ്. അതിന് നമുക്ക് ചില കാര്യങ്ങൾ ഹിസ്റ്റോറിക്കലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദ റിലേഷൻ ഓഫ് വേൾഡ് റിലീജിയൻസ് ഓവർ ദ കിങ്ഡംസ്, ലോക മതങ്ങൾക്കും രാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധം ഒന്ന് ചിന്തിക്കണം. ജിയോ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് സ്റ്റാറ്റസ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദി ബിഗിനിങ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഭൂമിശാസ്ത്രപരവും മതപരവുമായ അവസ്ഥ എന്നും ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സ്വഭാവമേ ഉള്ളൂ. അങ്ങനെ ഐ ആം നോട്ട് എ ക്രിട്ടിക്. ഞാൻ സത്യം അന്വേഷിക്കുകയും അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്താണെന്ന് അനുഭവത്തിൽ കൂടെ, ബുദ്ധിയിൽ കൂടെ, ചരിത്രം പഠിച്ചിട്ടല്ല, വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യന് ദൈവവുമായിട്ട് എങ്ങനെ നിരപ്പ് പ്രാപിക്കാമെന്ന് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തെ അനുഭവിച്ചറിഞ്ഞ്, അതായത് തെറ്റായ നോഷൻസും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ്സുമായിട്ട് വാർഫെയർ ചെയ്ത് അവയെ കൊണ്ട് തെറ്റാണെന്ന് സമ്മതിപ്പിക്കുകയും അവയ്ക്ക് യോഗ്യമായ ശിക്ഷ ഒരു മനുഷ്യന് കൊടുക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തിനനുസരിച്ച് ശിക്ഷയും കൊടുത്തിട്ടാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. വെറുതെ ബുദ്ധി കൊണ്ടൊരു നിയമം അല്ലെങ്കിൽ ഒരു
തിയറി സ്ഥാപിക്കുകയല്ല ചെയ്യുന്നു. ഒരു തിയറിക്കും മനുഷ്യനെ രക്ഷിക്കാൻ സാധ്യമല്ല അൺലെസ് അതർവൈസ് വിത്ത് ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിൽ ബൈ വേ ഓഫ് ഡിസെപ്ഷൻ എന്ന അനേക എപ്പിസോഡുകൾ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ കാണാൻ ഞാൻ അതിൻ്റെ ലിങ്കുകൾ താഴെ കൊടുക്കാം. ഫിലിസ്തീൻ ഓർ പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസെപ്ഷൻ അടുത്ത കാലഘട്ടത്തിൽ വളരെ ശക്തമായി ഉയർന്നതാണ്. ഗസ ഇസ്രായേൽ വാറിൻ്റെ വിഷയത്തിൽ വേൾഡ് വൈഡായിട്ട് റിവർ ടു സീ എന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീൻ, അതൊന്ന് പലസ്തീനാണോ ഫിലിസ്തീനാണോ, ബൈബിളിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഫിലിസ്തീനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പലസ്തീൻ എന്ന വേർഡ്, ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ആ പ്രത്യേക എപ്പിസോഡ് നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നെ ബൈ വേ ഓഫ് ഡിസെപ്ഷൻ കാത്തലിക്, ദെൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ദെൻ റോമൻ കാത്തലിക് എങ്ങനെ വന്നു, അതിൻ്റെ റീഫോർമേഷൻ തിരിച്ചെങ്ങനെ വരണം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. മറ്റൊരു കാര്യം ചിന്തിച്ചതാണ് കത്തോലിക്കർ ക്രിസ്ത്യാനികളല്ല, കാത്തലിക്സ് ആർ നോട്ട് ക്രിസ്ത്യൻസ് എന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. മറ്റൊരു കാര്യമാണ് ഡു ഓർ ഡൺ എന്ന വിഷയത്തിൽ, അതായത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം സമ്പൂർണ്ണമല്ല എന്ന് കരുതിക്കൊണ്ട് ഇന്നും ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ കാത്തലിസത്തിൽ കൂടെ അല്ലെങ്കിൽ അതിൽ നിന്നും തിരിഞ്ഞു വന്നിട്ടുള്ളതായിട്ടുള്ള പല റിലീജിയൻസും കുർബാന അല്ലെങ്കിൽ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ വസ്തുമാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ അപ്പമെടുത്ത് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ അതിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതിനെ നുറുക്കി ജനങ്ങൾക്ക് കൊടുക്കുന്നു. എൻ്റെ മാംസം തിന്നു, എൻ്റെ മാംസം ഭക്ഷിച്ചും എൻ്റെ രക്തം പാനം ചെയ്തുമല്ലാതെ എന്നിൽ തന്നെ ജീവനില്ല, അതിൽ പങ്കില്ലെന്ന് പറയുന്ന അതിനെ പിടിച്ചുകൊണ്ട് ഇന്നും അത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് യേശു ക്രിസ്തു തൻ്റെ മാംസം ഭക്ഷിക്കുക അല്ലെങ്കിൽ തൻ്റെ രക്തം പാനം ചെയ്യുക എന്നതിനെ അർത്ഥമാക്കിയിരിക്കുന്നതിനെ കുറിച്ച് ഈ ഒരു എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഡിസെപ്ഷൻ ബൈ വേ ഓഫ് ഡിസെപ്ഷൻ ഇൻ പെന്തിക്കോസ്റ്റൽ ചർച്ചസ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമാണ് സമൃദ്ധിയുടെ അപകടകരമായ സുവിശേഷം, ഡേഞ്ചറസ് ഓഫ് പ്രോസ്പെരിറ്റി ഗോസ്പൽ. ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട്, അതായത് ഡിസെപ്ഷൻ എങ്ങനെ ഹ്യൂമാനിറ്റിയിലേക്ക്, ഞാൻ ക്രിസ്ത്യാനിറ്റി പ്രൊമോട്ട് ചെയ്യൽ ക്രിസ്ത്യാനിറ്റിക്ക് അകത്ത് തന്നെയുള്ളത് ഡിസെപ്ഷനുകൾ എന്തെല്ലാമാണ് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ഇതെല്ലാം ഇവിടെ പറയാൻ കാരണം ഞാൻ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യാനല്ല, മാനവജാതിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗം എന്താണെന്ന് സാധാരണ മനുഷ്യരെ ധരിപ്പിച്ചുകൊണ്ട് അവരെ ചില രക്ഷിക്കാൻ സാധിക്കും. അതേസമയത്ത് റോങ് നോഷൻസുമായി വിശ്വസിച്ചിരിക്കുന്നവരെ പോലും തെറ്റിച്ച് കടന്നു വരുന്ന തന്ത്രശാലികളെ ശരിക്ക് തച്ചുടയ്ക്കാനുള്ള പരിപാടിക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം ഹിസ്റ്റോറിക്കൽ സ്റ്റഡി, റിലീജിയസിൻ്റെ വിഷയങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് വേണം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നോഹയുടെ ഫ്ലഡിനെ കുറിച്ച് എല്ലാ റിലീജിയൻസും സംബന്ധിക്കുന്ന ഒരു വിഷയമാണ്. ഏകദേശം അതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ BC 2452 അത് നടന്നത്. അതിനുശേഷം ദ ബർത്ത് ഓഫ് കൂഷ, ബൈബിളിലാണെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. BC 2440 അദ്ദേഹത്തെ കൂഷിൻ്റെ ഭാര്യയായിരുന്നു സെമീറാമിസ്. അത് നിങ്ങൾക്ക് ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ പേരൊന്നും അറിയില്ല. എന്നാൽ ഹിസ്റ്റോറിയൻ റവറൻഡ് അലക്സാണ്ടർ സ്ലോപ്പിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഞാനത് വേണമെങ്കിൽ അതിൻ്റെ PDF ഫോം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ. ഞാനിതിൻ്റെ താഴെ ലിങ്ക് ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. വളരെ ടഫായിരിക്കുന്ന ഇംഗ്ലീഷാണ്. അതായത് അന്നത്തെ കാലത്തെ എഴുത്തുകാരൊക്കെ ഒരു 100-400 വേർഡുകളാണ് ഒരു സെൻറ്റൻസിൽ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ആരംഭം വേണമെങ്കിൽ വായിച്ച അവസാനം എത്തുമ്പോഴേക്കും എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ഇംഗ്ലീഷിനെ പോലെ ബ്രേക്ക് ചെയ്തിട്ടുള്ള സെൻറ്റൻസുകളല്ല. അതുകൊണ്ട് പക്ഷേ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ കൂഷിൻ്റെ ഭാര്യ സെമീറാമിസിൽ കൂടെയാണ് ആദ്യമായിട്ട് ഈ ഹ്യൂമാനിറ്റിയിൽ, അതായത് നോഹയുടെ ഫ്ലഡിന് ശേഷമുണ്ടായ മനുഷ്യ തലമുറയിൽ, ഖുറാനാകട്ടെ മറ്റ് റിലീജിയൻസ് ആകട്ടെ ക്രിസ്ത്യാനിറ്റി ആകട്ടെ തന്നെ നോഹയുടെ ഫ്ലഡ് അംഗീകരിക്കുന്നതാണ്. ഈവൻ ഖുറാനിൽ പോലും ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ഒരു റിലീജിയനിൽ കൂടെ, ഒരു ഫാൾസ് റിലീജിയനിൽ കൂടെ മാനവജാതിയെ ഭരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ഈ സെമീറാമിസ് എന്ന സ്ത്രീയിൽ കൂടെ ഒരു റിലീജിയൻ ആരംഭിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് റവറൻഡ് അലക്സാണ്ടർ സ്ലോപ്പിൻ്റെ പുസ്തകം വായിച്ചാൽ അറിയാൻ സാധിക്കും. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സ്ത്രീക്ക് ഒരു സൂപ്പർ നാച്ചുറൽ റെവലേഷൻസ് കിട്ടിയെന്നും ആ റെവലേഷൻസിൽ കൂടെ അവൾക്ക് ദൈവമായിട്ട് ചില ബന്ധമുണ്ടെന്നും അങ്ങനെ അവൾ അത് രഹസ്യമായിട്ട് സ്പ്രെഡ് ചെയ്ത്
കുറച്ച് ആൾക്കാരിൽ കൂടെ കടന്ന് അതങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വളരുകയും പിന്നെ ആ കമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കത്തക്കോണം പ്രീസ്റ്റുമാരെ ഉരുവാക്കുകയും പിന്നെ ആ പ്രീസ്റ്റുമാരുടെ ഹെഡായിക്കൊണ്ട് ഒരു ഹെഡിനെ അന്ന് വിളിച്ചിരുന്ന പേരാണ് പൊന്തീഫ്. ഇന്ന് അതിനെ പോപ്പ് എന്ന് വിളിക്കുന്നു. അങ്ങനെ ആ റിലീജിയസ് സ്പ്രെഡായി വന്നു. അതിലേക്ക് ചേരുന്നവർക്ക് പ്രധാനമായിട്ട് യാതൊരു കണ്ടീഷൻസും കൂടാതെ തങ്ങളുടെ പാപങ്ങളെ അവരുടെ പുരോഹിതന്മാരോട് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ റിലീജിയനിലേക്ക് എൻ്റർ ആകാം. അതിനകത്ത് സ്ത്രീകളന്നും ദേവദാസികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു, പുരോഹിതന്മാർ ഉണ്ടായിരുന്നു, സന്യാസികളുണ്ടായിരുന്നു. ഇതൊക്കെ കടന്നു വരുമ്പോൾ അതിനുശേഷം അതിൽ നിന്ന് കൂഷിൻ്റെ മകനാണ് നിമ്രോദ്. ഈ കൂഷിൻ്റെ മരണത്തിന് ശേഷം ഈ സെമീറാമിസ് എന്ന സ്ത്രീയെ കുറിച്ചുകൊണ്ട് റവറൻഡ് അലക്സാണ്ടർ ഹിസ്ലോപ്പ് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്മോറൽ സ്ത്രീയായിരുന്നു. സ്വന്തം മകനെ തന്നെ വിവാഹം കഴിച്ചു. ഈ നോഹയുടെ 3 മക്കളാണ് ജാഫേത്ത്, ഹാം, ഷേം എന്ന് പറയുന്നത്. ഷേമിൽ നിന്നാണ് അബ്രാഹാമിനെ വിളിച്ച് വിറക്കിത്തിരിക്കുന്നത്. ഷേമിൻ്റെ തലമുറ നോഹ കാണിച്ച മാതൃക പ്രകാരം ദൈവഹിതമായ വഴികളിൽ കൂടെ നടന്നു. എന്നാൽ ജാഫേത്തിൻ്റെയും ഹാമിൻ്റെ തലമുറയാണ് വിഗ്രഹ ആരാധന വഴികളിലേക്ക് ഡൈവേർട്ടായി. പിന്നീട് അവർ ബാബേൽ ടവർ പണിയുന്ന കാര്യത്തിലേക്ക് പോകുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ സെമീറാമിസ് തൻ്റെ ഭർത്താവായ കൂഷിൻ്റെ മരണത്തിന് ശേഷം സ്വന്തം മകനായിരിക്കുന്ന നിമ്രോദിനെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തപ്പോൾ ഈ അബ്രാഹാമിൻ്റെ തലമുറ ജീവിച്ചിരുന്ന കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഷേമിൻ്റെ തലമുറ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഷേമിൻ്റെ തലമുറകൾ കടന്നു വന്നിട്ട് ഈ നിമ്രോദിനെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കി പല ദേശങ്ങളിലേക്ക് അയക്കാൻ കാരണമായി തീർന്നു. എന്നിട്ട് പോലും ഈ സ്ത്രീ തൻ്റെ ഇമ്മോറൽ വേയിൽ നിന്ന് മാറിയില്ല. ബാബിലോൺ സാമ്രാജ്യം ആരംഭിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ആ റിലീജിയൻ്റെ ഫൗണ്ടറാണ് അവൾ. പുരോഹിതന്മാരുടെ ഹെഡായിക്കൊണ്ട് പൊന്തീഫുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്ത് ഈ വ്യാജം പ്രചരിപ്പിക്കുക ബൈ വേ ഓഫ് ഡിസെപ്ഷൻ എന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഡിസെപ്ഷനിൽ കൂടെ എങ്ങനെ മാനവജാതിയെ വഞ്ചിക്കാം എന്ന കാര്യമാണ് ചിന്തിക്കുന്നത്. അതായത് നിമ്രോദിനെ ആ കാലഘട്ടങ്ങളിൽ ദൈവമായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്നു. അതായത് ദൈവം മരിക്കാൻ പാടില്ല. അപ്പോൾ ദൈവം തന്നെ അവളിൽ വീണ്ടും അവതരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവളിൽ അവിഹിത ബന്ധത്തിൽ കൂടെ ഉരുവായ സന്തതി, സന്തതിയുടെ പേരാണ് തമ്മൂസ് എന്ന പേരുണ്ട്. അനേക പേരുകളുണ്ട്. ഏകദേശം 70ഓളം പേരുകൾ ഹിസ്റ്ററി പലയിടത്തും പറയുന്നുണ്ട്. ഈവൻ ബൈബിളിൽ തന്നെ തമ്മൂസ് എന്ന പേര് നമുക്ക് എസെക്കിയേൽ പുസ്തകത്തിൽ വായിച്ചറിയാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞു വരുത്തി അങ്ങനെ പിതാവ്, അമ്മ, പുത്രൻ എന്ന ഒരു ട്രിനിറ്റിയെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഏക സത്യദൈവത്തിന് വ്യാജമായിട്ട് ഒരു ട്രിനിറ്റിയെ സാത്താൻ ഉരുവാക്കി കൊണ്ടുവന്നു. അവിടെ തുടങ്ങി ഇന്ന് പല റിലീജിയനുകളിലും ഈ പിതാവ്, അമ്മ, പുത്രൻ എന്ന റിലീജിയൻ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അതിനുശേഷം ആ സിസ്റ്റം, ആ വ്യാജ മതം അങ്ങനെ പ്രകടിപ്പിച്ചു വന്നാണ് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വായിക്കും. 15-ാം അധ്യായത്തിന് 1 തുടങ്ങി നാം വായിക്കുകയാണെങ്കിൽ, ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിൽ ഒക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ. ദൈവത്തിൻ്റെ പ്രോമിസ് ഫ്ലഡിന് ശേഷം നോഹയ്ക്കും കുടുംബത്തിനും കൊടുക്കുന്ന വിവരം 9th ചാപ്റ്റർ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആദാമിന് കൊടുത്തിരുന്ന അതേ അനുഗ്രഹം, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുകി ഭൂമി നിറയുവിൻ എന്ന ഒരു പ്രോമിസ് കൊടുക്കുമ്പോൾ, ഒരു ബ്ലെസ്സിങ് കൊടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പറയുകയാണ്, നാം ഭൂതലത്തിൽ ഒക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ. ദൈവത്തിന് എതിരായിട്ടുള്ള പ്ലാനിങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരുണ്ടാക്കുക, മാനവജാതിയെ ദൈവം ഭരിക്കണം എന്ന ആ സിസ്റ്റത്തിൽ നിന്ന് മാറി നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് പറഞ്ഞു. ഇതാണ് ഈ ഹ്യൂമൻ റിലീജിയനിൽ കൂടെ, മാൻമെയ്ഡ് റിലീജിയനിൽ കൂടെ മാനവജാതിയെ ഭരിക്കുക എന്നുള്ള ആ ഫാൾസ് റിലീജിയൻ്റെ ആരംഭം തുടങ്ങുന്നത്. അതിൻ്റെ റെക്കോർഡ് കൊടുത്തിരിക്കുന്ന ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിലാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ബൈ ത്രൂ ഹ്യൂമാനിറ്റി, ഈ വ്യാജ മതത്തിൽ കൂടെ മാനവജാതിയെ മുഴുവനും ഭരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ നമ്മളോട് ചിന്തിക്കുന്നതനുസരിച്ച് കൊണ്ട് BC
2275 കാലഘട്ടത്തിൽ ഈ ബാബേൽ ടവർ പണിയുന്നു. ദൈവം അവിടെ ഇറങ്ങി വന്നിട്ട് അവിടെ ഭാഷയങ്ങ് കലക്കുന്നു. അവരുടെ പ്ലാൻ എന്തായിരുന്നു? നാം ഭൂതലത്തൊക്കെ ചിതറിപ്പോകാതിരിക്കാൻ വേണ്ടി ഗോപുരം പണിയുക, നമുക്കൊരു പേരുണ്ടാക്കുക എന്ന്. ദൈവം എന്ത് ചെയ്തു? ദൈവം തൻ്റെ പ്ലാനിൽ നിന്ന് മാറിയില്ല. അവർ ചിതറിച്ചു കളയത്തക്ക വേണം ഭാഷയെ കലക്കി. അങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജുകളായി അവിടെ ഭാഷ കലയ്ക്കുന്നതിന് പകരം ചില ട്രാൻസ്ലേഷൻ എത്തിയിരിക്കുന്നത് കോണ്ടിനെൻസിനെ സെപ്പറേറ്റ് ചെയ്തെന്നാണ്. അങ്ങനെ അവരൊരു ദേശങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകാൻ കാരണമായി തീർന്നു. തുടർന്ന് നമ്മൾ നോക്കുമ്പോഴാണ് ബാബിലോണി എംപയർ, അത് ബാബിലോണി സാമ്രാജ്യത്തിൻ്റെ ആരംഭം. അതിൻ്റെ അവസാനം വരുന്നത് 538 കാലഘട്ടത്തിൽ. അതിനു മുമ്പുണ്ടായിരുന്ന സാമ്രാജ്യം അസ്സീറിയൻസ് ആയിരുന്നു. അതിൻ്റെ ബൈബിളിൽ നമ്മൾ ദാനിയേൽ പ്രവചനം തുടങ്ങി പഠിക്കുകയാണെങ്കിൽ, ഞാൻ കൂടുതൽ സമയം കുറയ്ക്കാൻ വേണ്ടിയാണ് അതിന് മുമ്പിലുള്ള സാമ്രാജ്യങ്ങൾ ഹിസ്റ്റോറിയൻസ് എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ബാബിൽ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അതിൻ്റെ എൻഡ് BC 538 വരുന്നു. അതിനുശേഷം മെദോ പെർഷ്യൻ എംപയർ വരുന്നു. അതിൻ്റെ അവസാനം BC 328 വരുന്നു. ആ കാലഘട്ടത്തിലൊക്കെയും നിങ്ങൾക്കറിയാൻ സാധിക്കും, യഹൂദിയ ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് പോകുന്നു. ദാനിയേൽ അവിടെയുണ്ട്, ശദ്രക് മേശാക്ക് അബേദ്നെഗോയുണ്ട്. ഈ മെദോ പെർഷ്യൻസ് വന്നിട്ട് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ, അതായത് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ബേൽഷസ്സർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നെബൂഖദ്നേസർ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഉപകരണങ്ങളിൽ വീഞ്ഞു കുടിക്കുവാൻ തക്കവണ്ണം, അതായത് അന്ന് ഹിന്ദു ദേശം തുടങ്ങി അങ്ങ് എത്യോപ്യ വരേക്കുമുള്ളതായിട്ടുള്ള പല ആയിരത്തോളം വരുന്ന രാജ്യങ്ങളുടെ ഭരണകർത്താക്കളെല്ലാം കൂടെ വന്നിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ചുമരൊരു കയ്യെഴുത്ത് വരുന്നത് മേനെ തെക്കരുന്ന കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ സമയത്ത് തന്നെ, അതേ സമയത്ത് തന്നെ യൂഫ്രട്ടീസ് നദിയിൽ കൂടിയാണ് കോരശും കൂട്ടരും കടന്നു വരുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 45-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഇത് ദാനിയേലിന് അറിയാം. അങ്ങനെ കോരശ് വന്ന് ബേൽഷസ്സറിനെ കൊന്നൊടുക്കൊണ്ട് അന്ന് രാത്രി തന്നെ സാമ്രാജ്യം പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ദാനിയേലുണ്ട്. ദാനിയേൽ, അതായത് കോരശ് ചെയ്ത കാര്യത്തെക്കുറിച്ച് പേരെടുത്ത് പറഞ്ഞു, സ്പെസിഫിക് ആയിട്ട് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളും യെശയ്യാ പ്രവചനം 45-ൻ്റെ ആരംഭ വാക്യങ്ങളും കോരശിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് അവൻ ജനിക്കുന്നതിനും 124 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രൊഫസി നടന്നത്. ആ പ്രൊഫസി നടന്ന കാര്യം ദാനിയേൽ കോരശിനെ ധരിപ്പിക്കുമ്പോൾ അവിടെ വെച്ചാണ് കോരശ് ആദ്യമായിട്ട് ജ്യൂസിൻ്റെ പ്രവാസത്തിൽ നിന്നുള്ള റിലീഫിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അത് പ്രാവർത്തികമാക്കുന്നത് അഗസ്റ്റസ് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്, പിന്നീട് കാലത്താണ്. അത് നമുക്കിപ്പോൾ വിഷയമല്ല. അതിനുശേഷം ഗ്രീസ് എംപയർ, അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഗ്രീസ് എംപയർ, അവൻ്റെ പിതാവായിരുന്ന ഫിലിപ്സ് രണ്ടാമൻ്റെ ശേഷം മാസിഡോണിയയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ പഞ്ചാബ് വരെയുള്ള ഏരിയയിലേക്ക് പിടിച്ചെടുക്കുക. വളരെ ഫാസ്റ്റായിട്ട് ധാന്യപ്രവണത്തിൽ പറഞ്ഞിരിക്കുന്ന ലെപ്പേർഡിനെ പോലെ 4 ചിറകുകൾ, അത് സ്വിഫ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. പെട്ടെന്ന് അവർ സാമ്രാജ്യം നശിക്കുന്നു. അതിനുശേഷം അവർ സാമ്രാജ്യം 4 ജനറൽമാരൊക്കെ ആയിട്ട് വിഭജിക്കപ്പെടുന്നു. അതിനകത്താണ് ലിസിമാക്കസ്, അതിനുശേഷം കസാൻഡർ, അതിന് ടോളമി, അതുപോലെ തന്നെ സെല്യൂക്കസ്. ഇവർ ഭരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇതിനകത്ത് പല ഇൻറ്റേർണൽ വാറുകൾക്ക് ശേഷം സെല്യൂക്കസ് സാമ്രാജ്യം വളരെ ശക്തി പ്രാപിച്ചു വന്നു. അവൻ ഭരിച്ചിരുന്ന കാര്യങ്ങളായിരിക്കണം. നമുക്ക് ഇന്ത്യയുടെ പാട്ട് തുടങ്ങി പേർഷ്യ ഭാഗങ്ങളൊക്കെയും കവർ ചെയ്തിരുന്നു. അങ്ങനെ സെലൂക്കസ് സാമ്രാജ്യത്തിലെ ആ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബാബേലിൽ നിന്ന് സെമീറാമിസ് കൂടെ വ്യാപരിച്ചു തറ്റ മതവും പല രീതിയിൽ ഓരോരോ ഭാഷകളിലേക്ക് സ്പ്രെഡ് ചെയ്തത്. റിലീജിയൻ സ്പ്രെഡ് ചെയ്തതിന് ലാംഗ്വേജ് ഒരു വിഷയമല്ല. മനുഷ്യൻ ഭാഷ തെറ്റി, ഭാഷ ദൈവം കലക്കി ഡിഫറെൻറ്റ് രാജ്യങ്ങളിലേക്ക് പോയപ്പോഴൊക്കെയും അവർ ആ റിലീജിയനെയും ഫോളോ ചെയ്തു. അങ്ങനെ ഓരോരോ രാജ്യങ്ങളിൽ ഡിഫറെൻറ്റ് പേരുകളിൽ ഈ ത്രിത്വം, അല്ലെങ്കിൽ ഈ നിമ്രോത്തിൻ്റെ ആരാധന, അല്ലെങ്കിൽ സെമീറാമിസിൻ്റെ ആരാധന, അല്ലെങ്കിൽ പിതാവ് മാതാവ് പുത്രൻ എന്നുള്ള ആരാധന പല രീതിയിലും കൺവേർട്ട് ആവാൻ തുടങ്ങി. അതായത് റിലീജിയനിൽ കൂടെ മതത്തെ ഭരിക്കുക. അങ്ങനെ ആ റിലീജിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് പെർഗമോസ്, ഈ സെലൂക്കൻ സാമ്രാജ്യത്തിലെ പെർഗമോസ്, അത് നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12 തുടങ്ങി 15 വാക്യങ്ങൾ അറിയാൻ സാധിക്കും. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നീ പാർക്കുന്നിടം സാത്താൻ്റെ സിംഹാസനം. ഈ സാത്താൻ്റെ സിംഹാസനം എന്ന് അവിടെ റെഫർ ചെയ്യുന്നത് ഈ ബാബിലോണിയ സാമ്രാജ്യത്തിന് ആരംഭിച്ച ഈ ബാബിലോണിയ മതത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മിസ്റ്ററി ബാബിലോൺ എന്നാണ്. അതായത് അവിടെ നിന്ന് ആരംഭിച്ച ആ ദൈവത്തിന് എതിരായി, അവിടെ നമ്മൾ ബൈബിളിക്കലായിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ, ഫോർണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യദൈവത്തെ വിട്ട് മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പോകുന്നതിനെയാണ് ഫോർണിക്കേഷൻ. ബൈബിളിക്കൽ ലാംഗ്വേജിൽ ഫിസിക്കൽ ഫോർണിക്കേഷൻ ഉണ്ട്, എന്നാൽ സ്പിരിച്വൽ ഫോർണിക്കേഷൻ എന്ന് പറയുന്നതാണ്. അങ്ങനെ ഈ
ഈ മിസ്റ്ററി ബാബിലോൺ, വേശ്യകളുടെ മാതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾക്ക് അനേക വേശ്യപുത്രന്മാർ, അതായത് ദൈവത്തിൽ നിന്ന്, സത്യദൈവത്തിൽ നിന്ന് മനുഷ്യരെ ഡൈവേർട്ട് ചെയ്ത അനേക വേശ്യപുത്രന്മാർ, പരസംഗം ചെയ്യിപ്പിക്കുന്ന വേശ്യപുത്രിമാരുണ്ടായിരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പെർഗമോസായി തിരഞ്ഞെടുക്കുന്നു. യേശുക്രിസ്തു തന്നെ ആ കാര്യത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-15 വരെ വാക്യങ്ങളിൽ പറയുന്നു. ആ സെലൂക്യൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭരണകർത്താവായിരുന്നു അറ്റാലോസ് മൂന്നാമൻ. BC 133 തുടങ്ങി 138 തുടങ്ങി 133, നമ്മൾ BC പറയുന്നത് റിവേഴ്സായിട്ട് പറയും. 138 തുടങ്ങി 133 വരെ ഭരിച്ചിരുന്നു. എന്നാൽ അവന് മക്കളില്ലാതിരുന്നുകൊണ്ട് അതേ സമയത്ത് ഒരു റോമൻ സാമ്രാജ്യം ഇറ്റലിയിൽ നിന്ന് ആരംഭിച്ചിരുന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യം ശക്തി പ്രാപിച്ചു വരുമ്പോൾ തൻ്റെ ജനത്തെയും തന്നെ കൊന്നൊടുക്കിക്കൊണ്ട് റോമൻസ് തൻ്റെ സാമ്രാജ്യം പിടിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ വില്ലിൽ, അവന് മക്കളില്ലാതിരുന്നു കൊണ്ട് അവൻ്റെ വില്ല് എഴുതിയ സമയത്ത് അവൻ ഈ സാമ്രാജ്യത്തെ റോമൻസിന് കൊടുത്തു. അങ്ങനെ റോമൻസ് കടന്നു വന്നുകൊണ്ട് ഈ പെർഗോമസ് തന്നെ അവിടെ ക്യാപിറ്റലായിട്ട് ഭരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ആ റിലീജിയൻ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നിരുന്നു. അവിടെ നിന്നും ഇട്രസ്കാൻ എന്നൊരു ട്രൈബ് സ്ലോവിൽ ഇറ്റലിയിലെ റോമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റിലീജിയനും കൂടെ മൈഗ്രേറ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന പൊന്തീഫുമാർ, അല്ലെങ്കിൽ കാർമൽ സന്യാസിമാരെന്ന് വിളിക്കും, പുരോഹിതന്മാരെ, കാർമൽ ഡോട്ടേഴ്സ് അല്ലെങ്കിൽ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന കാർമൽ ഡോട്ടേഴ്സ്, ഇവരെല്ലാം തന്നെ അങ്ങോട്ട് പോകുന്നു. അതേ സമയത്ത് റോമിൽ ബാബിലോണിൽ നിന്ന് ആരംഭിച്ചതായിട്ടുള്ള റിലീജിയൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിലീജിയൻ ഇവിടെ നിന്ന് വരുമ്പോൾ അവിടെ പെർസ്പെക്സ്, അവരുടെ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാരുടെ വസ്ത്രധാരണങ്ങൾ, അല്ലെങ്കിൽ അവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെയും റോമിലുണ്ടായിരുന്ന റിലീജിയനേക്കാളും കൂടുതൽ അട്രാക്റ്റീവ് ആയിരുന്നത് കൊണ്ട് ആ റിലീജിയൻ ഇതുമായിട്ടൊന്ന് മെർജായിപ്പോയി. അങ്ങനെ പെർഗോമസിൽ നിന്ന് കടന്നു വന്ന ഈ റിലീജിയനാണ് പിൻകാലത്ത് കാത്തലിസമായി തീരുന്നത്. ഇത് ഞാൻ കാത്തലിക്സാറിനോട് ക്രിസ്ത്യൻസ് എന്ന ആ ഡിസെപ്ഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ ലിസ്റ്റ് മാപ്പിലേക്ക് ഒന്ന് കടന്നു വരികയാണ്. ഇത് ബാബിലോണിയൻ സാമ്രാജ്യം, അതിനുശേഷം വരുന്ന മേദോ പെർഷ്യൻ സാമ്രാജ്യം. മേദോ പെർഷ്യൻ സാമ്രാജ്യത്തിൽ തന്നെ സൊറാസ്ട്രിയൻസ്, മെസോപ്പൊട്ടേമിയൻസ്, ജൂഡായിസം, വെഡിക് ഹിന്ദുസം, ഈജിപ്ഷ്യൻ റിലീജിയൻ, ഗ്രീക്ക് റിലീജിയൻ, അങ്ങനെ പ്രത്യേകിച്ചും അലക്സാണ്ടർ ദി ഗ്രേറ്റിൻ്റെ കാലത്ത് വളരെ സ്വിഫ്റ്റായിട്ടായിരുന്നു മൂവ്മെൻറ്റെങ്കിലും ഗ്രീക്ക് ഭാഷയെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ കാരണമായി തീർന്നു. അത് ബൈബിളിൻ്റെ സ്പ്രെഡിന്, കാരണം പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ്. അത് ദൈവം ഇതൊക്കെ എടുത്ത് ഉപയോഗിച്ചു. ഗ്രീക്ക് ഈ പോയ രാജ്യങ്ങളിലൊക്കെ ഈ സ്പ്രെഡ് ആവാൻ കാരണമായി തീർന്നു. ഇതിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി, ഇത് മേദോ പെർഷ്യൻ്റെ കാര്യം പറഞ്ഞു, ഇതാണ് അലക്സാണ്ടറുടെ കാര്യത്തിലാണ് ഈ ഗ്രീക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ പോയ രാജ്യങ്ങളിലൊക്കെയും തന്നെ ഗ്രീക്ക് സ്പ്രെഡ് ആവാൻ കാരണമായി തീർന്നു. തുടർന്ന് നാം നോക്കുമ്പോൾ റോമൻസ് രണ്ടായിട്ടൊരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നു, വെസ്റ്റേൺ റോമണും ഈസ്റ്റേൺ റോമണും. നമ്മൾ ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ ഉണ്ടാക്കിയ ബിംബത്തിൻ്റെ അരയ്ക്ക് കീഴെ വരുമ്പോൾ കാലിൻ്റെ 2 ഭാഗങ്ങളായിട്ടാണ് ഇരുമ്പിനെ പോലെ ഇരിക്കുന്നത്. അവിടെയാണ് റോമ സ്പ്ലിറ്റ് ആവുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പ്രൊഫസി ഹിസ്റ്ററിയിൽ നടന്നു. ബൈബിൾ പ്രൊഫസികളെല്ലാം ഹിസ്റ്ററിയിലും സ്പിരിച്വലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മിക്കവാറും കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഇവിടെ യെല്ലോ കളറിൽ കാണുന്നതാണ് വെസ്റ്റേൺ എംപയർ, അതേ പിങ്ക് കളറിൽ കാണുന്നതാണ് കോൺസ്റ്റാന്റിനോപ്പിളിനെ ക്യാപിറ്റലാക്കിക്കൊണ്ട് ഈസ്റ്റേൺ എംപയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ സമയത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് വെസ്റ്റേൺ എംപയർ ഫാളായി. അവിടെ പോപ്പ്, അല്ലെങ്കിൽ ആദ്യത്തെ പോപ്പായിരിക്കുന്ന പേര് എത്ര ഓർക്കുന്നില്ല, വെസ്റ്റേൺ എംപയർ പിന്നീട് തകരുവാൻ കാരണമായിട്ട് അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിൾ, അല്ലെങ്കിൽ അതിനെ ബൈസാന്റിയൻ എംപയർ, ബൈസാന്റിയ എന്ന് പറയും, ബിസാന്റിയ എന്ന് പ്രൊണൗൺസ് ചെയ്യും. ബിസാന്റിയൻ എംപയർ കൂടുതൽ ശക്തി പ്രാപിച്ചു വന്നു. നമ്മളിതെല്ലാം ചിന്തിച്ചു വരുന്നത് ഈ ഇസ്ലാമിൻ്റെ ആരംഭകാലത്തുണ്ടായിരുന്ന റിലീജിയൻസ്, അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ, അതേ സമയത്ത് റിലീജിയസ് സ്റ്റാറ്റസ് എന്തായിരുന്നു. അപ്പോൾ ഇവിടെ ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ബൈസാന്റിയൻ എംപയർ. അതിൻ്റെ റിലീജിയനായിരുന്നു ട്രിനിറ്റേറിയൻ ക്രിസ്ത്യൻസ്. മനസ്സിലാക്കണം, ഇത്രയും കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്ത് വന്നപ്പോൾ റിലീജിയൻസും കടന്നു വന്നു. ഈ ഇസ്ലാം ക്ലെയിം ചെയ്യുന്നതായിട്ടുള്ള ഇതിൻ്റെ ആരംഭ കാലഘട്ടത്തിലെ റിലീജിയസ് സ്റ്റാറ്റസ് പറഞ്ഞ് ബൈസാന്റിയൻ എംപയർ വലിയൊരു എംപയറായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ റിലീജിയനായിരുന്നു ക്രിസ്ത്യാനിറ്റി, അതും ട്രിനിറ്റേറിയൻ ക്രിസ്ത്യാനിറ്റി. അപ്പോൾ അവിടെ അവർ യേശു ക്രിസ്തുവിൻ്റെ, ട്രിനിറ്റേറിയൻസ് എന്ന് പറഞ്ഞാൽ തൃത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ അറ്റോൺമെൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തെളിയിച്ചിരുന്നു.
ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് ഫെയ്ത്താണ് അറ്റോൺമെൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൂടാതെ വിമോചനമില്ല, മാനവജാതിയുടെ പാപത്തിന് ക്ഷമ കിട്ടാൻ വേറൊരു വഴിയുമില്ല എന്ന് വളരെ ശക്തമായി ഒരുപോലെ പഠിപ്പിക്കുന്ന കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ അറ്റോൺമെൻറ്റ്. അതാണ് ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത്. അൽത്താബരി AD 923 ഇങ്ങനെ ഒരാൾ ക്രൂശിക്കപ്പെട്ടിട്ടില്ല, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. അവനെ പോലെ റിസംബിൾ ചെയ്യുന്ന താതാത്മ്യം പ്രാപിക്കുന്ന ഒരാളെ സൃഷ്ടിച്ചുകൊണ്ട് അവനെയാണ് ക്രൂശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അറ്റോൺമെൻറ്റിനെ, അതായത് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ആ ഗ്രേറ്റ് ആയിരിക്കുന്ന അറ്റോൺമെൻറ്റിനെ, സാക്രിഫൈസിനെ ഡിനൈ ചെയ്യിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം പറഞ്ഞല്ലോ, ബൈ വേ ഓഫ് ഡിസപ്ഷൻ. എങ്ങനെ ഇസ്ലാമിൽ കടന്നു വന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ബൈസാന്റിയൻ എംപയർ എന്ന് പറയുന്നത് വലിയൊരു എംപയറാണ്. അവിടെ റിലീജിയനാണ് ക്രിസ്ത്യാനിറ്റി, പ്രത്യേകിച്ചും ട്രിനിറ്റേറിയൻ. ഈ സമയത്താണ് ഈ കാലിഫേഴ്സിൻ്റെ ഭരണം ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഇസ്ലാമിക്, അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം, ഇസ്ലാമിക് നാരേഷനിൽ കൂടുന്ന, അതായത് ഇവരുടെ പുസ്തകത്തിൽ ഖുറാനിൽ നിന്ന്, അതായത് അവരുടെ സിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഗ്രാഫി അല്ലെങ്കിൽ ഹദീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന സേയിങ്സ്, മറ്റൊന്നാണ് അതിൻ്റെ കമൻട്രീസ്, അതായത് തഫ്സീർ തറീഖ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പഠിക്കും. ഓക്കെ, അപ്പോൾ AD 632 നമ്മളിവിടെ ചിന്തിച്ചിരുന്നു. 550 ബൈസാന്റിയൻ എംപയറിനെ കുറിച്ച് വലുതായിട്ട് പറഞ്ഞിരിക്കുന്നു. വെസ്റ്റേൺ റോം തകർന്നു. ഈസ്റ്റേൺ റോം അല്ലെങ്കിൽ ബൈസാന്റിയൻ എംപയർ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ക്യാപിറ്റലാക്കി വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്ന സമയം ക്രിസ്ത്യാനിറ്റിയാണ് അവിടുത്തെ റിലീജിയൻ എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ചും ട്രിനിറ്റേറിയൻ. ഈ സമയത്താണ് മുഹമ്മദിൻ്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് മക്കയിൽ നിന്നും AD 632 ആരംഭിക്കുന്നത്. അതിനുശേഷം റഷ്യൻ എംപയർ എന്ന് പറഞ്ഞ 4 ഭരണകർത്താക്കൾ, നമ്മൾ താഴെ പേരുകളൊക്കെ എടുത്ത് പഠിക്കും. 632 to 631 വരേക്കും ഇത് ഓറഞ്ച് കളറിൽ കാണുന്നത്. അതിനുശേഷം ഉമയ്യാദ് ഡൈനാസ്റ്റി 661 തുടങ്ങി 750 വരെ ഈ കാര്യങ്ങൾ പിങ്ക് കളറിൽ കാണുന്ന ദേശങ്ങളിലേക്ക് ഭരിച്ചു. ഇപ്പം അതിൻ്റെ അടുത്ത് കിടക്കുന്ന എംപയറാണ് ബൈസാന്റിറ്റി. ഇവർക്ക്, അതായത് ഈ ഉമയ്യാദ് ഡൈനാസ്റ്റി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എംപയർ വരുന്ന സമയത്ത് ഇവർക്കൊരു റിലീജിയൻ ഇല്ല. ഇതൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. അവർ എവിടെ നിന്ന്, മക്കയിൽ നിന്ന് ആരംഭിച്ച് റഷ്യൻ എംപയറിൽ കൂടെ, അല്ലെങ്കിൽ അബ്ബാസിദൻസ് എന്ന് പറയുക, അവർ അത് കൂടെ കടന്നു വരുമ്പോൾ അവർക്ക് ദേശങ്ങൾ വളരെ ശക്തമായിട്ട് ഫാസ്റ്റായിട്ട് സ്പ്രെഡായി. പക്ഷെ അവർക്കൊരു റിലീജിയൻ ഇല്ല. ഇതേ സമയത്ത് ബൈസാന്റിയൻ എംപയറിൽ ജുഡായിസം ഉണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിൽ ജുഡായിസം ഉണ്ട്. ഇവിടേക്ക് ഭരിക്കുന്നത് ഇവർ തന്നെയായിരുന്നു. ഇതൊക്കെ പിടിച്ചെടുത്ത സമയത്ത് ഇവർക്ക് ഒരു പുസ്തകമില്ല. ജ്യൂസിനാണെങ്കിൽ തോറ താൽമുഡ്, അല്ലെങ്കിൽ ബൈബിളിലെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. ക്രിസ്ത്യാനിറ്റിക്കാണെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റും കൂടെ സമ്പൂർണ്ണമായിരിക്കുന്ന ബൈബിളുണ്ട്. ഇവർക്കാണെങ്കിൽ ഒരു റിലീജിയൻ ഇല്ല. ഇതൊരു പൊളിറ്റിക്കൽ ഗ്രോത്താണ് കടന്നു വന്നിരിക്കുന്നത്. ഒരു നേഷനായിട്ട് രൂപപ്പെടുകയാണ്. അതിനകത്ത് സ്പ്ലിറ്റ് കടന്നു വന്നു, അബ്ബാസിദിൻസും ഉമയ്യസും തമ്മിൽ. എന്നാൽ ഇവർക്കൊരു പുസ്തകമില്ല. അപ്പോൾ അത് ഇവർക്ക് പ്രവാചകന്മാരില്ല. ജ്യൂസിനാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഇസ്ഹാക്കിൽ കൂടെ വന്നിരിക്കുന്ന പരമ്പരയിൽ നിന്ന് അനേക പ്രവാചകന്മാരുണ്ട്, ശക്തിയേറിയ പ്രവാചകന്മാരുണ്ട്, ശക്തിയേറിയ രാജാക്കന്മാരുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് റെക്കോർഡ്, ഒരു റിലീജിയൻ വേണമെങ്കിൽ ഒരു റെക്കോർഡ് വേണം. ആ റെക്കോർഡിന് ബൈസാന്റിയൻ എംപയറിലുള്ള ജ്യൂസിനും അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിക്കും അവിടെ ബൈബിളുണ്ട്, അല്ലെങ്കിൽ അവിടെ തോറ താൽമുഡുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ദേശം സ്പ്രെഡായിരിക്കുമ്പോൾ നമുക്കൊരു പ്രവാചകൻ വേണം, നമുക്കൊരു പുസ്തകം വേണം, നമുക്കൊരു ഐഡൻറ്റിറ്റി വേണമെന്നുള്ള എവിടെ നിന്ന് ആരംഭിച്ചത്? നിമ്രോദിൽ നിന്ന് ആരംഭിച്ച ആ ബാബിൾ ടവറിൻ്റെ സ്വഭാവം വെളിപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഇതെല്ലാം എൻ്റെ മെറ്റീരിയൽസ് അല്ല. ഇവിടെ ഞാൻ കഴിഞ്ഞ 2 എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു. ഡോക്ടർ ജെ സ്മിത്ത് ഒരു ഇന്ത്യൻ നാഷനായിരുന്നു, അമേരിക്കയിൽ മൈഗ്രേറ്റ് ചെയ്തു, ഇസ്ലാമിക് സബ്ജക്റ്റിൽ ഹിസ്റ്ററിയിൽ ഡോക്ടറേറ്റ് എടുത്തതാണ്. മറ്റൊന്ന് ഡോക്ടർ ഡാൻ ഗിബ്സൺ ഈ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ഹിസ്റ്റോറിക്കൽ രേഖകളിലും, അതൊരു ആർക്കിയോളജിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും ആർക്കിയോളജിസ്റ്റാണ്. ഈ സ്ഥലങ്ങളെല്ലാം പേഴ്സണലായിട്ട് പോയിട്ട് വാസ്തവത്തിൽ പറഞ്ഞിരിക്കുന്ന ഇസ്ലാം മക്കയിലാണോ ആരംഭിച്ചത് അല്ലെങ്കിൽ പെട്രയിലാണോ എന്ന് വളരെ പ്രൂഫുകളോട് കൂടെ തെളിയിച്ചിരിക്കുന്നതാണ്. അടുത്തൊന്നാണ് അൽഫാദി ഓഫ് സിറ ഇൻ്റർനാഷണൽ
സൗദിയിലെ ജഡ് എന്ന സ്ഥലത്ത് നിന്ന് ഒരു ജിഹാദിസ്റ്റ് ആയിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഇവിടെ അമേരിക്ക പോകുന്ന സമയത്ത് ദൈവം അവനെ സന്ദർശിച്ചുകൊണ്ട് ഇന്ന് വളരെ ശക്തമായിട്ട് അതേ ഡ്രസ്സ് ഇട്ട് ഇസ്ലാമുകളുടെ ഇടയിൽ തന്നെ, മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറേ ഹിസ്റ്റോറിയൻസിൻ്റെ ബുക്കുകൾ ഞാൻ നേരത്തെ റെഫർ ചെയ്തിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇവരുടെ മെറ്റീരിയൽസാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളും ഇനി ഫ്യൂച്ചർ വരുന്ന ക്ലാസ്സുകളിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബൈ വേ ഓഫ് ഡിസെപ്ഷൻ ത്രൂ സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നരേഷനിൽ കൂടെ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറേ ക്രീം കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത്. അതായത് ദ ഫസ്റ്റ് സെഞ്ച്വറി അപ്പോയിൻറ്റഡ് ഫോർ മാൻകൈൻഡ് വാസ് ദാറ്റ് അറ്റ് ബക്ക, അല്ലെങ്കിൽ മക്കയിൽ നിന്നാണ് മാനവ തലമുറയുടെ ആരംഭം. കാരണം അവിടെ പറയുന്നത് ആദാമിനെ ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് മക്കയിലാണ്. സൂറ അവരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 92-ാം വാക്യം 42-ാം വാക്യത്തിൽ പറയുന്നു. അതായത് മക്കയാണ് മദർ ഓഫ് ഓൾ സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആദാമിനെ ഇവനെയും പുറത്താക്കിയ കാര്യം പറയുന്നത് സൂറ 7:24 പറയുന്നു. മക്ക വാസ് വേർ അബ്രാഹം ലിവ്ഡ് BC 1900 1900 സൂറ 21:51-71 പറയുന്നു. മക്ക വാസ് വേർ മുഹമ്മദ് വാസ് ബോൺ ഇൻ AD 570 ആൻഡ് ലിവ്ഡ് until 622 AD. Mecca is where Muslims conduct that between 70 to 300 prophets buried. ശ്രേഷ്ഠന്മാരായ ഏകദേശം 300ഓളം പ്രവാചകന്മാരെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം മക്കയാണെന്ന് ക്ലെയിം ചെയ്യുന്നു. എന്നാൽ അനേകം ടോൾ ബിൽഡിങ്സ് ആ ഏരിയയിൽ പണിയുന്നുണ്ട്, അനേകം ഡീപ്പ് ഫൗണ്ടേഷൻസ് എടുക്കുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് അവിടെ റിലീജിയൻ്റെ മിനിസ്ട്രിയിൽ നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവ് ഈ ഡീപ്പ് ഫൗണ്ടേഷൻസ് എടുക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണമെന്ന് എല്ലാ മുസ്ലിം രാജ്യങ്ങളും വെച്ചിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും പ്രൂഫ് കണ്ടുപിടിക്കാൻ ഇന്നേ വരെയും ഒരു പ്രൂഫും ഒരു അസ്ഥികളും കണ്ടുകിട്ടിയിട്ടില്ല. മെക്ക ബിക്കം ദ സെൻറ്റർ ഫോർ ദ കിബ്ല, അതായത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഡയറക്റ്റ് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്നതാണ് കിബ്ല എന്ന് പറയുന്നത്. അതായത് AD 624 സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ദി എബവ് ഇംപ്ലൈ പീപ്പിൾ ഹാവ് ലിവ്ഡ് ദെയർ ഫ്രം ദ വെരി ബിഗിനിങ്. അതായത് ആദാമിനെ ഹവ്വയും പുറത്താക്കുന്നത്, മാനവ തലമുറയുടെ ആരംഭം ആദാം ഹവ്വയാണെന്ന് വളരെ വ്യക്തമായിട്ട് 2 പുസ്തകങ്ങളും ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ മക്ക എന്നൊരു സ്ഥലം, അവിടെ നിന്നാണ് സിവിലൈസേഷൻ ആരംഭിച്ചിരിക്കുന്നതും മാനവ തലമുറയുടെ വർധനയുണ്ടായതെന്നും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ മക്ക എന്ന സ്ഥലത്തെക്കുറിച്ച് ആകെ ഒരു സ്ഥലത്ത്, അതായത് സൂറ 48:24 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് നമ്മുടെ ബുദ്ധി ചോദിക്കുകയില്ലേ? ഇത്രയും പ്രസിദ്ധമായ കാര്യങ്ങൾ, ഇത്രയും പ്രവാചകന്മാരടക്കം ചെയ്തു. അബ്രാഹാം അവിടെയാണ് ജനിച്ചത്, അബ്രാഹാം വളർന്ന അവിടെയാണ്. അവസാനം പറഞ്ഞത് അബ്രാഹും ഇസ്മായേലും യാഗം വെച്ചതും കാബ ഫൗണ്ടേഷൻ ഉണ്ടാക്കി. കാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി പെട്രയിലായിരുന്നു, മക്കയിലാണെന്ന് നമ്മൾ ഇനി ഫ്യൂച്ചർ കാര്യങ്ങൾ ചിന്തിക്കും. പെട്രയിൽ ഹിസ്റ്റോറിക്കലായിട്ട് കാബയുണ്ടായിരുന്നു. കാബ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ബ്ലാക്ക് സ്റ്റോൺ. ഈ ബ്ലാക്ക് സ്റ്റോൺ എവിടെ ഇരിക്കുന്നു അവിടെ ദൈവം ഉണ്ടായിരിക്കുന്നതാണ് ഒരു ബിലീഫ്. അവിടേക്ക് നോക്കിയാണ് ഈ ക്യുബ്ല ഡയറക്റ്റ് ചെയ്യുന്നത്, അവിടേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കുറച്ച് ഹിസ്റ്ററി റെഫർ ചെയ്യണം. വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാൻ നോക്കാം. എന്നാൽ ഇത് ഹിസ്റ്റോറിക്കലായതുകൊണ്ട് അത്ര ഷോർട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകുകയില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള റെവറൻറ്റ് അലക്സാണ്ടർ ഇസ്ലോപ്പിൻ്റെ ബുക്ക്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന ബൈ വേ ഓഫ് ഡിസെപ്ഷൻ കൂടെ അനേക സബ്ജക്റ്റുകൾ കവർ ചെയ്തതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.